അപ്പോഴേ നമ്മൾ വന്ന കാര്യം കഴിഞ്ഞു, നമ്മളിവിടെ നിന്ന് ഇറങ്ങുക. നമ്മുടെ സ്വന്തം GKS നമ്മൾ വെക്കേറ്റ് ചെയ്യുകയാണ്. ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, ഞാൻ അതിനാണ് ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ ചെയ്തത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ദാ ഈ ഒരു ടാസ്മാർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് ബഹളമായിരുന്നു അറിയോ ഇവിടെ ആളുകൾ. ഞാൻ ലിറ്ററലി കണ്ടിട്ടുണ്ട് ഇവിടെ ആളുകൾ കിടക്കുന്നത്, ഇവിടെ ആളുകൾ പല രീതിയിൽ ഇവിടെ പല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അവിടെ ഇവിടെ നമ്മൾ ഇന്ന് നോക്കിയപ്പോൾ രാവിലെ ഇറങ്ങി വരുന്ന സമയത്തൊന്നും ഇവിടെ ഒന്നുമില്ല, ഒരു ബഹളവും ഇല്ല, അടച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അത് വിചാരിച്ചത് ലീവ് ആയിരിക്കുന്നു. പിന്നെയാണ് കാര്യം മനസ്സിലായത്, തളപതി അണ്ണന്റെ പരിപാടിയാണ്. അണ്ണൻ കയറിയിട്ട് കുറെ അടപ്പിച്ചില്ലേ, അതിലൊന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ടാസ്മാർക്ക്. ഞാൻ ഇവിടെ സംസാരിച്ചത് പറഞ്ഞത് അണ്ണൻ തളപതി കയറിയിട്ട് അടപ്പിച്ചതാണ്. പിന്നെ ഗവൺമെന്റിന് ഭയങ്കര നഷ്ടം വരും എന്ന് ആ അണ്ണൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ അണ്ണന്റെ കയ്യിരിക്കുന്ന ഗവൺമെന്റിന് നഷ്ടം വന്നു കഴിഞ്ഞാൽ അണ്ണന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഈ അണ്ണൻ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും ഉണ്ട് ഇവിടെ. ഇല്ല വിവര, നമ്മളന്ന് വരുന്ന സമയത്തൊക്കെ ഇവിടെ എന്തായിരുന്നു ഇവിടെ ബഹളം. ഇവിടെ മൊത്തത്തിലൊരു വേറൊരു അലമ്പ് രീതിയായിരുന്നു. മൊത്തത്തിലങ്ങ് മാറി. നല്ല കൊള്ളാം. ആയാലും പരിപാടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയേ അടുത്തത് നല്ലൊരു ഒരു ഫുഡ് അടിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നോൺ വെജ് ഫുഡ് കഴിക്കാൻ സൂപ്പർ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. മട്ടൻ കുളമ്പും ബെറോട്ടയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ നാഗർകോവിൽ, നമുക്ക് അടുത്ത ബിസിനസ് ആവശ്യങ്ങളുണ്ട്, അങ്ങോട്ടാണ്. ഓക്കെ, സോ നമ്മുടെ കോവിൽപ്പട്ടിയുടെ നഗരവീഥികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇവിടെ എവിടെയോ ആണ് അതുള്ളത്, എപ്പോഴും കൺഫ്യൂഷനാണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ വഴിയുണ്ട്, ആ വഴിക്കകത്തേക്കാണ്. ഇവിടെ നോൺ വെജ് അങ്ങനെ ഒരുപാട് ഇവർ സെറ്റ് ചെയ്യാറില്ല. ആ ഒരു കട ഭയങ്കര സ്പെഷ്യലാണ്. തിരിച്ചാണ് കുബേര, ഞാനും കൂടെ ന്യൂബാണ് കുബേര. ഇവിടെ വഴി തിരിയടാ, പയ്യെ നോക്കി തിരി. ഓഹോ, അണ്ണാ ഇതാ ഇവിടെ വന്നാള്. അണ്ണാ എനിക്കൊരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഇല്ല കിട്ടാതെ, എങ്കിൽ അത് നേരെ പോയിട്ടാ. ആ ഗരുഡ റൈറ്റ് സൈഡ്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് എന്നാ இருக்குது? அல்ல லெஃப்ட் சைடில் வேறு ஏதாவது ஷாப் இருக்கா நமக்கு இப்போ தெரியுது இருக்கு? രവ് പ്ലാസ. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു രവ് പ്ലാസ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗരുഡ ഹോട്ടൽ ഉണ്ട്. അപ്പോൾ കുബേര അവിടെ കിടന്ന് മെഴുക്കുകയാണല്ലോ റോഡിൽ വണ്ടിയിട്ട്. എന്തായാലും ഗൈസ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നല്ല മട്ടൻ കുളമ്പാണ് അവിടുത്തെ മെയിൻ, മട്ടൻ കുളമ്പ്. ഗരുഡ ഹോട്ടൽ റൈറ്റ് സൈഡാണ്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ എന്താ രവ് പ്ലാസ എന്നല്ലേ പറഞ്ഞത്? പ്ലാസ പറഞ്ഞു. ആ പ്ലാസ നോക്കാം. നമ്മളെ കോവിൽപ്പട്ടി ഉണർന്നു കഴിഞ്ഞു. അല്ല, വൈകിട്ടാണ്. കോവിൽപ്പട്ടി അസ്തമിക്കാൻ പോവുകയാണ്. നല്ലൊരു പോലീസുകാരനാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം പോലീസുകാരൻ നേരത്തെ നമ്മൾ റോഡ് കൊണ്ട് വണ്ടി ഇട്ടപ്പോൾ പറഞ്ഞിട്ട് പോകാൻ തോന്നുന്നു. ഗോവയിലോ ബാംഗ്ലൂരോ കാണാമായിരുന്നെങ്കിൽ താഴെ കൊണ്ട് ക്ലിപ്പ് ഇട്ടൊക്കെ ഇന്ന് മൊത്തം അവിടെ നിൽക്കേണ്ടി വന്നെ വണ്ടി നോക്കി. ആ ഹോട്ടല് ഇത് എവിടെ കിട്ടി ഗസ്. ഇതാണ്. ആ അകത്തേക്കാണ് നമ്മളെ കാത്ത് മട്ടൻ കുളമ്പ് വെയിറ്റ് ചെയ്യുന്നത്. സോ ഗൈസ് നമ്മളെ കടയിൽ എത്തിക്കഴിഞ്ഞു. കുബേര, നമ്മൾ പറഞ്ഞ ഐറ്റംസ് കൊണ്ട് പറഞ്ഞേ. നല്ല മട്ടൻ ചുക്ക, തന്തൂരി, നമ്മുടെ ദേശീയ ഭക്ഷണമായ ബെറോട്ട. ഇത്രയും ഐറ്റംസ് ആണ്. അത്രേ ഉള്ളൂ. പെപ്പർ ചിക്കൻ ഐറ്റംസ് ഇപ്പോൾ വരും. ബെറോട്ട വന്നു കഴിഞ്ഞു. നല്ല കോയിൻ ബെറോട്ട. എന്തുകൊണ്ടാണ്? ഒണിയൻ കറി. ഓക്കെ, സെറ്റ്. അടുത്തത് ഒണിയൻ സവാള. ആഹാ, ഗ്രേവി എടുത്ത് ഈ ബെറോട്ടയിലേക്ക് നമ്മളിങ്ങനെ കുറച്ച് ഊത്തും. എന്താണ്? മട്ടൻ ചുക്ക. മട്ടൻ ചുക്ക. സോ നമ്മുടെ മട്ടൻ ചുക്കയാണ് ബെറോട്ട. ഇത് പെപ്പർ ചിക്കൻ. തന്തൂരി എത്തി, പെപ്പർ ചിക്കൻ എത്തി, മട്ടൻ ചുക്ക എത്തി. സോ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ ബെറോട്ടയും കുറച്ച് മട്ടൻ ചുക്കയും. അലക്കേട്ടാ തുമർത്ത്. അടുത്തത് നമ്മുടെ ചിക്കൻ, പെപ്പർ ചിക്കനാണ്. ചിക്കൻ ടേസ്റ്റ് ചെയ്തേക്കാം. ഇതാണ് ഹോട്ടല്. ഇവിടെ വരിക, നോൺ വെജ് അടിക്കുക. ഇതിന് നല്ലൊരു ഓപ്ഷൻ ഇവിടെ കോവിൽപ്പട്ടിയിലില്ല. ഓക്കെ, സോ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ആ മാമനല്ല, ആ അടുക്കി വെച്ചേക്കുന്ന ചാക്കുകളാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ നിന്ന് എങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥ. ഓക്കെ, എപ്പടി ഇരിക്കണ?
160. ആ നമ്മൾ അന്ന് മുന്നാടി എടുത്തത് 130. ആ ഇതാ 130. വേറെ ഏതൊക്കെ 160. 130. ആ 130 ആയിട്ട് 150. 160. നമ്മളിപ്പോൾ ഇവിടെ വന്നത് സീഡ്സ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ചാക്കിലിരിക്കുന്ന എല്ലാ വിത്തുകളാണ്. ഈ സീഡ്സ് കോൽപ്പട്ടിയിൽ മേടിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ലവ് ബേഡ്സിനും പെറ്റ് ഫിഷിനും വേണ്ടിയിട്ടാണ്. പെറ്റ് ഫുഡ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഐറ്റമാണ്. സോ അതിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സീഡ്സ് കിട്ടാറുണ്ട്, പക്ഷേ അവിടെ ഉള്ളതിൻ്റെ റേറ്റ് ഒരുപാട് കൂടുതലാണ്. സോ ഇവിടെ വന്ന് ഈ സീഡ് ബൾക്കായിട്ട് സോഴ്സ് ചെയ്യണം. ഇവിടെ വന്ന് സംസാരിച്ച് റെഡിയാക്കി സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീഡാണ് നമ്മുടെ പെറ്റ് ഫുഡായി മാറുന്നത്. ഇതിനകത്ത് പല ക്വാളിറ്റിയുള്ള സീഡുണ്ട്. നമ്മളൊരു സാധനം ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് സ്നാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് വരുത്തില്ലേ. അത് കഴിക്കുന്ന കസ്റ്റമർ ആ കവറിൽ നമ്മളെ സ്റ്റിക്കർ കണ്ടതിന് ശേഷം വീണ്ടും ആ സെയിം ബ്രാൻഡ് വാങ്ങിക്കണമെങ്കിൽ ഐറ്റം ക്വാളിറ്റി ഉണ്ടാവില്ല. സോ ഇവിടെ 120 തൊട്ട് 150, 160, 200, 210 പല റേറ്റിനുള്ളതുണ്ട്. എപ്പോഴും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഓക്കെ.